ഗുഡ് മോർണിംഗ് ഊട്ടി. ഇത് ഞങ്ങൾ താമസിച്ച റൂമിൽ നിന്നുള്ളൊരു മോർണിംഗ് വ്യൂ ആണ്. മോർണിംഗ് ഒന്നും പറയാൻ പറ്റില്ല, സമയം ഏകദേശം ഒരു 8:30-8:45 ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് തല പൊന്തിയത്. ഇതാണ് വ്യൂ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ സ്റ്റേ ചെയ്ത റൂമും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ്. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞു മാറി കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഊട്ടിയിൽ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്താണ് ഞങ്ങൾ റൂം എടുത്തത്. ഇപ്പോൾ കാണുന്ന ഇത്രയും ക്ലീൻ ആയിട്ടുള്ള സ്ഥലമായിരുന്നില്ല ഇത് ഇന്നലെ രാത്രി. ഇവിടെയായിരുന്നു ക്യാമ്പ് ഫയറും ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ചതും ആട്ടവും പാട്ടവും ഒക്കെ അവിടെയായിരുന്നു. ഇത് ആ ഓണർ താമസിക്കുന്ന സ്ഥലമായിരുന്നു. അവിടെ നിന്നാണ് അവർ ഫുഡൊക്കെ കുക്ക് ചെയ്ത് തന്നത്. രാവിലെ തന്നെ ജാമ്പി വന്നല്ലോ. 4 ബെഡ്റൂമുള്ളൊരു ഇൻഡിപെൻഡൻറ്റ് വില്ലയാണിത്. താഴെ ഒരു റൂം, മേളിൽ 3 റൂം. സജനേച്ചി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് ഈ ഒരു വില്ലയ്ക്ക് വന്നത് 10,500 രൂപയാണ്. ഞങ്ങൾക്കതെന്തോ ലാഭമായിട്ട് തോന്നി. 8 പേർക്ക് 10,500 ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ്. റൂമൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അടിപൊളിയെന്ന് പറയാം, അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു സിമ്പിളായിട്ടുള്ളൊരു നല്ലൊരു റൂമും. ഇനി കാണിക്കാൻ പോകുന്നതാണ് അപ്പോസിൻ്റെയും സരിലിൻ്റെയും റൂം. അവർ രാവിലെ തന്നെ എല്ലാം ക്ലീനാക്കി വെച്ചു. ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് ഞങ്ങൾ വെക്കേറ്റ് ചെയ്യാൻ പോകുന്ന സമയത്താണ്. വന്ന ടൈമിൽ എടുക്കാൻ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. വന്ന ആ ക്ഷീണമൊക്കെ കാരണം വീഡിയോ എടുക്കാൻ തോന്നിയില്ല. വെക്കേറ്റ് ചെയ്യുമ്പോഴാണ് എടുക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ റൂം. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും അല്ലേ. ഇവിടെ ഈ മേലിലുള്ള 3 റൂമിൽ ഞങ്ങളുടെ റൂമിൽ മാത്രമായിരുന്നു ബാൽക്കണി ഉണ്ടായിരുന്നത്. ഞാൻ അത് തന്നെ നോക്കി സെലക്ട് ചെയ്തു. വീഡിയോ എടുക്കുന്നതൊന്നും അറിയാതെ സീനിയറിങ് കണ്ട് നിൽക്കുന്ന അശ്വനേട്ടൻ. എല്ലാവരും താഴെ പോകാൻ റെഡിയായി. അങ്ങനെ ഞങ്ങളും ഇവിടെ നിന്ന് ഇറങ്ങിയായി.